വെളിപാടിൻ്റെ പുസ്തകം 19 അധ്യായം 5 വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായി നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിച്ച് കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് ദൈവകൃപകൾ സ്വീകരിക്കുന്ന ഈ സ്വർഗീയ സംഗീതമെന്ന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നിച്ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ നമ്മുടെ ദൈവത്തിൽ നിന്ന് ധാരാളം കൃപകളും അഭിഷേകവും നമുക്ക് സ്വീകരിക്കാം. നാം ഇപ്പോൾ വായിച്ചു കേട്ട ദൈവവചനഭാഗം സ്വർഗത്തെക്കുറിച്ചുള്ള വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലിന് കിട്ടിയ സ്വർഗീയ വെളിപാടാണല്ലോ. അവിടെ സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഇതാ ദൈവം അരുളി ചെയ്യുക. എന്താ അരുളി ചെയ്യുന്നേ? ദൈവത്തിന്റെ ദാസര്, അവിടുത്തെ ഭയപ്പെടുന്നവര് എല്ലാവരും സ്തുതിച്ച് ആരാധിക്കട്ടെ. തുടർന്ന് ദൈവവചനം വീണ്ടും സാക്ഷ്യപ്പെടുത്തുവാണ്. സ്വർഗത്തിന്റെ ആരാധനയെക്കുറിച്ച് വചനം പറയുക. 6 മുതൽ വാക്യങ്ങൾ. പിന്നെ വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ, സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗാനത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആനന്ദത്തോടെ ആർത്തുപാടിക്കൊണ്ട് കർത്താവിനെ ആരാധിക്കാം. ഇതാ ഈ ഗാനത്തിന്റെ വരികൾ നമ്മോട് പറയുക, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ഗാനത്തിന്റെ വരികളോട് ചേർന്ന് ഈ വരികൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രഖ്യാപനമാക്കി മാറ്റി. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും, എൻ്റെ ദൈവത്തെ ആരാധിക്കും, എൻ്റെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ചേർന്ന് പാടാം, പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. സന്തോഷത്തോടെ പാടി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ആനന്ദത്തോടെ എല്ലാവരും ചേർന്ന്. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക, എപ്രകാരം ആരാധിക്കണം. ഇത് ദാനിയേൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സിംഹത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് കാണുന്ന സാഹചര്യത്തിലും മരണത്തിന്റെ മുമ്പിലും ദൈവത്തെ ഉപേക്ഷിക്കാതെ ആരാധിക്കുന്നു. അപ്പോ മരണത്തെ കണ്ടുകൊണ്ടും കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലും കർത്താവിനെ ഉപേക്ഷിക്കാതെ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ വചനം നമ്മുടെ മുമ്പിൽ വെക്കുക. ആ മനുഷ്യനെ പോലെ എന്നും കർത്താവിനെ ആരാധിക്കുന്നവരായിട്ട് നാം മാറണം. വീണ്ടും നാം കാണുന്നതാ ഒരു ദാവീദ് എന്ന് പറഞ്ഞ മനുഷ്യൻ. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ നാം അവിടെ കാണുന്നു. രാജാവായ ദാവീദ് തൻ്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റി സന്തോഷത്തോടെ മതിമറന്ന് കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കുക. അപ്രകാരം ആരാധിക്കുമ്പോ ഇതാ രാജ്ഞിയായ മിഖാൽ അവനെ കളിയാക്കുന്നുണ്ട്.
നീ ഈ ജനത്തിന്റെ മുമ്പിൽ സ്വയം അപഹാസ്യനായിട്ട് മാറിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ദാവീദ് പറയാ, എന്നെ രാജാവാക്കി മാറ്റിയ, എന്നെ അനുഗ്രഹിച്ച എന്റെ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാ ഞാൻ അപ്രകാരം ചെയ്തത്. ആ ദൈവത്തെ സ്തുതിക്കാൻ, ആ ദൈവത്തെ ആരാധിക്കാൻ ഇതിൽ കൂടുതൽ അപഹാസ്യനാകാനും ഞാൻ തയ്യാറാണ്. ദൈവത്തെ എപ്രകാരം ആരാധിക്കണം? സർവശക്തിയോട് ആരാധിക്കണം, മതിമറന്ന് ആരാധിക്കണം. ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. ഈ വലിയ ദൈവാരാധന വ്യക്തിത്വങ്ങളെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് അത് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കും ആരാധന സ്വീകരിക്കാം. എപ്പോഴും ആരാധിക്കുന്ന ആരെങ്കിലൊക്കെ ദൈവാരാധന പേരിൽ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും ഉപേക്ഷിക്കാതെ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ചെന്ന് പാടി ആരാധനയോടെ. ദാനിയേലേ പോൽ സഹനതീയിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാനിയേലേ പോൽ സഹനതീയിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷത്തോടെ പാടി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആനന്ദത്തോടെ പാടി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. സർവശക്തിയോടെയും ചെന്ന് പാടി ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഹൃദയങ്ങൾ ഉയരട്ടെ, ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ, ആരാധന ഉയരട്ടെ. എല്ലാവരും കർത്താവിനെ വിളിച്ച് സ്തുതിച്ചേ. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുക, കർത്താവിനെ സ്തുതിക്കണം, ശക്തിയോടെ സ്തുതിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കണം. സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. എല്ലാ നാവുകളും കർത്താവിനെ സ്തുതിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളും കർത്താവിനെ ആരാധിക്കട്ടെ. ഈശോയെ, ഈശോയെ, ശക്തനായ ദൈവമേ, രക്ഷകനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, 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 ഞങ്ങളുടെ ആരാധനയിൽ സംവേദനായ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 40-41 വാക്യങ്ങൾ. അവർ അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. നോക്കിക്കേ, അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് അവരെ പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചതിന് ശേഷം അവരെ വിട്ടയക്കുക. എന്തിന്റെ പേരിൽ അപ്പോസ്തലന്മാരെ പിടിച്ചു? എന്തിന്റെ പേരിൽ അവരെ മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി? അവർ യേശു നാമത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്. എന്നിട്ടോ ഈ മർദ്ദനമേറ്റ് അടിയേറ്റ് അവശരായി വേദനയോടെ പുറത്തേക്ക് പോകുന്ന അപ്പോസ്തലന്മാരെ കുറിച്ച് അടുത്ത വചനം പറഞ്ഞു വെക്കുക. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുനിന്നു. നോക്കിക്കേ, യേശു നാമത്തിൽ അടിക്കപ്പെട്ടതിനെ ഓർത്ത്, യേശു നാമം പറഞ്ഞുകൊണ്ടാണല്ലോ എനിക്ക് സഹനം ഉണ്ടായത് എന്നതിനെ ഓർത്ത് അവർ ആനന്ദിച്ചു, സന്തോഷിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മാതൃക നമ്മുടെ മുമ്പിൽ വെച്ച് ഗാനത്തിന്റെ വരികൾ പറയുക. സങ്കടത്തിലും ഭീഷണിയിലും ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെടുമ്പോഴും അപ്പോസ്തലന്മാരെ പോലെ സ്തുതിക്കാൻ, ആരാധിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന്റെ നാമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടാൻ സാധിച്ചല്ലോ എന്നിൽ ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ധാരാളം ദൈവിക കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ആരാധനയിൽ കടന്നു വരും. ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരാധന ഗീതം നമ്മെ ആരാധനയിലേക്ക് വിളിക്കുക. ചേർന്ന് പാടാം, ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സഹനങ്ങളും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു കാഴ്ചയായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ പാടി സ്തുതിച്ച് ആരാധിക്കാം. സ്ലീഹന്മാരെ പോൽ പീഡനമേൽക്കുമ്പോഴും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സ്നേഹന്മാരെ പോൽ പീഡനമേൽക്കുമ്പോഴും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ലോകത്തിൽ ഏകനായി നിന്ദനമേൽക്കുമ്പോഴും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ലോകത്തിൽ ഏകയായി നിന്ദനമേൽക്കുമ്പോഴും ആരാധിക്കും എൻ്റെ ദൈവത്തെ. വൈരികളെതിർത്താൽ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. വൈരികളെതിർത്താൽ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. സന്തോഷത്തോടെ ആനന്ദത്തോടെ ആരാധിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നുള്ള ബോധ്യത്തോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഉയരട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ അതരങ്ങളും സ്തുതിക്കട്ടെ. എല്ലാ അതരങ്ങളും യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, 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 ഈശോയേ, 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 നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയേ, നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തും. ഈശോയേ, 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 ഈശോയേ. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ആരാധിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെ കുറിച്ചാണ് ഈ ദൈവവചനം സംസാരിക്കുക. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. നോക്കിക്കേ, ദൈവവചനം ദൈവഭക്തരായ ദൈവമക്കളായ നമ്മുടെ മുമ്പിൽ ഒരു കണ്ടീഷൻ വെക്കുക. എന്താ കണ്ടീഷൻ? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുമ്പോൾ അപ്പോൾ ദൈവത്തിന്റെ വചനം പറയാണ്, ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആസ്വദിക്കും. ദൈവം നമ്മുടെ ഭക്ഷണത്തെ, പാനീയത്തെ ആസ്വദിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം നിന്നാണല്ലോ നമുക്ക് ആരോഗ്യം ഉണ്ടാവുക, ആയുസ് ഉണ്ടാവുക, നമുക്ക് ഈ ശരീരത്തിന്റെ വളർച്ച ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ അതിനെല്ലാം ആയുസ്സിനെ, ആരോഗ്യത്തെ, ശരീരത്തെ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയാണ്, രോഗം മാറും, വന്ധ്യതയോ ഗർഭചിത്രമോ ഉണ്ടാവുകയില്ല, ദീർഘായുസ് ഉണ്ടാകും. ദൈവ ആരാധനയുടെ അനന്ത ഫലങ്ങളെ കുറിച്ച് വചനം ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കതിൽ വിശ്വസിക്കാം. മാറ്റമില്ലാത്ത വചനം, സത്യമായ വചനം നമ്മുടെ പൂർത്തീകരിക്കപ്പെട്ടെ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ, പാടി ആരാധിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ആരാധിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയോടെ ആരാധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങൾ എടുത്തു വെച്ച് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ മേൽ പൂർത്തീകരിച്ചു തരിക. വിശ്വാസത്തോടെ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. നമ്മുടെ സഹനങ്ങളും വേദനകളും കടന്നു വരുന്ന നിമിഷങ്ങളിലും ഒട്ടും നിരാശരാകാതെ, ഒട്ടും പുറകോട്ട് പോകാതെ കർത്താവിനെ ആരാധിക്കാം. കർത്താവ് നമ്മുടെ വേദനകൾ, രോഗങ്ങൾ അത് സൗഖ്യമാക്കി മാറ്റട്ടെ. നമ്മുടെ തകർച്ചകൾ അത് രക്ഷയാക്കി മാറ്റട്ടെ. ഗാനത്തോട് ചേർന്ന് പാടി ഈ ദൈവവചന വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവായ ദൈവത്തെ ശക്തിയോടെ, സ്നേഹത്തോടെ ആരാധിക്കാം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും
വിശ്വാസ പ്രഖ്യാപനമായിട്ട് പാടിക്കേ. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എന്റെ ഈശോയെ ഞാൻ ആരാധിക്കും. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും ഈശോയെ. ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എന്റെ ദൈവത്തെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. പാടി ആരാധിക്കട്ടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ വലിയ സന്തോഷത്തോടെ ചേർന്ന് പാടി. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഈശോയെ എന്റെ ദൈവമേ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. സർവശക്തിയോടും കൂടെ ഞാൻ ആരാധിക്കും. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ഈശോയെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. സന്തോഷം. എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധന. ആരാധന 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 ചേർന്ന് ആരാധന. പാടിക്കേ. ആരാധന ആരാധന ആരാധന. ശക്തനായ ദൈവത്തെ ആരാധിച്ച്. ആരാധന 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 ആരാധന. ഈശോയെ. ഈശോയെ. ആരാധന ആരാധന ആരാധന. സ്വർഗത്തോട് ചേർന്ന് പാടി ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രാഗമാരോട് ചേർന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ. ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ചേർന്ന് പാടട്ടെ. ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗങ്ങൾ മാറ്റുന്ന കർത്താവേ. ശക്തിപ്പെടുന്ന ദൈവമേ. രക്ഷിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ശക്തനായ ദൈവം, രക്ഷിക്കുന്ന ദൈവം, ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. കർത്താവ് നിന്റെ വാഗ്ദാനമാണല്ലോ. ആരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നോ അവരെയൊക്കെ ആശീർവദിക്കുന്നു, അവരൊക്കെ സൗഖ്യം നൽകും, ശക്തി നൽകും, രക്ഷ നൽകും, അന്ധകാരത്തിന് വിടുതൽ നൽകും. ഈശോയെ, ഈ വാഗ്ദാനങ്ങളൊക്കെ ഈ ദൈവജനത്തിന്റെ മേൽ പൂർത്തീകരിക്കപ്പെട്ടു. എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കർത്താവേ സ്വർഗീയ ശക്തി ഇറങ്ങട്ടെ. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഈ കൂട്ടായ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ, ദൈവനാമത്തെ പാടി ആരാധിക്കുന്നെങ്കിൽ, ഈശോയെ ആ കുടുംബത്തിലേക്ക് സ്വർഗീയ ശക്തി ഇറങ്ങട്ടെ. സ്വർഗീയ ശക്തിയല്ല അന്ധകാര സ്വാധീനങ്ങൾ മാറട്ടെ. അന്ധകാരം മാറി പ്രകാശം വരട്ടെ. അന്ധകാരത്തിന്റെ ഫലങ്ങൾ മാറിപ്പോകട്ടെ. പ്രകാശത്തിന്റെ ഫലങ്ങളായ സ്നേഹം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ആനന്ദം നിറയട്ടെ. ഈശോയെ, ഈശോയെ, വെറുപ്പ് വിദ്വേഷങ്ങൾ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാരാധന അനന്തയുഗതയെ മാറിപ്പോകട്ടെ. കലഹം മാറട്ടെ, തെറ്റിദ്ധാരണ മാറട്ടെ, ഓർത്തോർത്തുള്ള ദുഃഖപീഡക മാറിപ്പോകട്ടെ. ഈശോയെ, 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 എല്ലാ രോഗികളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുക. യേശുനാമത്തിൽ ദൈവാരാധന സൗഖ്യം ഉണ്ടാക്കട്ടെ. ഈശോയെ, 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 സുഖപ്പെടുന്ന കർത്താവേ, രക്ഷിക്കുന്ന ദൈവമേ, അവിടുത്തെ ഇടപെടൽ ഉണ്ടാക്കട്ടെ.
ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ശക്തനായ നിന്റെ കരത്തിന്റെ ശക്തി പ്രകടമാക്കപ്പെടട്ടെ. ദൈവകരത്തിന്റെ മഹത്വം ഞങ്ങളിൽ പ്രകടമാക്കപ്പെടട്ടെ. സ്വയം 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 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.